ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള സെന്റൻസിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. നോക്കൂ, യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ട്രക്ചർ വരിക? സബ്ജക്റ്റ് ആദ്യം വരും, പിന്നീട് ഓക്സിലറി ആർ വരും, പിന്നെ ING ഫോം അല്ലെ, വെർബിന്റെ ING ഫോം പ്ലസ് ഒബ്ജക്റ്റ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു എന്ന സബ്ജക്റ്റ് വന്നു, പിന്നീട് ആർ എന്ന ഓക്സിലറി വന്നു, പിന്നെ സ്റ്റഡിയുടെ ING ഫോം എന്താണ്? സ്റ്റഡിയിങ്, ഒബ്ജക്റ്റ് ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്നുള്ളതിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാണ്? രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ സെന്റൻസ് ആറിനോട് കൂടി നമ്മൾ നോട്ട് ചേർത്തു. യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. ആറിനോട് കൂടി നോട്ട് ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു സെന്റൻസിനെ നെഗറ്റീവ് ആക്കി. അടുത്ത് നോക്കൂ, എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ആർ നോട്ടിനെ നമ്മൾ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ആർ നോട്ട് യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആർ നോട്ട് യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയില്ലേ? എന്തേ നമ്മൾ ചെയ്തത്? നെഗറ്റീവ് സെന്റൻസ് ആയ യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്നുള്ള ആ നെഗറ്റീവ് സെന്റൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ആർ നോട്ടിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ എന്തായി? ആർ നോട്ട് യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആർ നോട്ട് യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുകയല്ലേ? പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ആർ നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളതായില്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അടുത്തത് ആറിൻ്റെ യുന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ വേർഡ് വെക്കുന്നു. വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡ് വെക്കുമ്പോൾ വൈ ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. വൈ ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല? വൈ ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അപ്പൊ നോക്കൂ, യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റ് ഉള്ള പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നെഗറ്റീവ് ആക്കി. എങ്ങനെയാ നെഗറ്റീവ് ആക്കിയത്? ആറിനോട് കൂടി നോട്ട് ചേർത്തു. യു ആർ നോട്ട് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്നും നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയത്? ആർ നോട്ടിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവന്നു. ആർ നോട്ട് യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആർ നോട്ട് യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ആർ നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കിയില്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ വേർഡ് ആറിൻ്റെ യുടെ ഇപ്പുറത്ത് അഥവാ സെന്റൻസിന്റെ ആദ്യത്തിൽ കൊണ്ടുവരുന്നു അല്ലെ? വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇട്ടപ്പോൾ വൈ ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. വൈ ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്നായിട്ട് മാറി. വൈ ആറിൻ്റെ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. എന്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല? ഇനി അടുത്ത് നോക്കൂ, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അല്ലെ? ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം? ആറിനോട് കൂടി നോട്ട് ചേർക്കുക. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. ദേ ആർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അവര് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. പിന്നീട് നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ആർ നോട്ടിനെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക അല്ലെ? ആർ നോട്ട് ദേ പ്ലേയിങ് ക്രിക്കറ്റ്. ആർ നോട്ട് ദേ പ്ലേയിങ് ക്രിക്കറ്റ്. അതിനെ തന്നെ നമ്മൾ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ആറിൻ്റെ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. ആറിൻ്റെ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി മാറി. പിന്നീട് നമുക്ക് എങ്ങനെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് ചേർക്കുക. വൈ ആറിൻ്റെ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. ആറിൻ്റെ ദേ പ്ലേയിങ് ക്രിക്കറ്റ് എന്നുള്ള ആ സെന്റൻസിന്റെ ആദ്യത്തില് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു അല്ലെ? വൈ ആറിൻ്റെ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. വൈ ആറിൻ്റെ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. എന്തുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നില്ല? വൈ ആറിൻ്റെ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. ഓക്കെ, താങ്ക് യു.